നാളിതുവരെയും നാനായ സമുദായത്തിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് അതിന് നേതൃത്വം കൊടുത്തവരെ എല്ലാം അനുസ്മരിക്കാനുള്ള ദിവസം കൂടിയാണല്ലോ ഇത്. ഒരു സമുദായമോ ഒരു സംസ്കാരമോ നിലനിൽക്കണമെങ്കിൽ, മുന്നോട്ട് പോകണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് സ്വത്വബോധം, 2 ദൗത്യബോധം, 3 അഭിമാനബോധം. സ്വത്വബോധം എന്ന് പറയുന്നത് നാനായക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ്മയിൽ സ്വവംശ വിവാഹ നിഷ്ഠ പാലിച്ചുകൊണ്ട് നമ്മുടെ തനതായ പൈതൃകങ്ങളും സംസ്കാരങ്ങളും നൂറ്റാണ്ടുകളോളം നിലനിർത്തിക്കൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി നമ്മൾ ഇന്നും സജീവമായി നിലനിൽക്കുന്നത് നമ്മുടെ സ്വത്വബോധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. 2 ദൗത്യബോധം. നമ്മുടെ ചരിത്രം, നമ്മുടെ യാത്രകളിലെ നാൾവഴികൾ, നമ്മൾ കൊടുങ്ങല്ലൂരിലേക്ക് വന്നത്, ഇതെല്ലാം പ്രത്യേകമായ ചില ഉദ്ദേശങ്ങളോടുകൂടി തന്നെയായിരുന്നു. പ്രേക്ഷിതമായ ഒരു ആഭിമുഖ്യം നമുക്കുണ്ടായിരുന്നത് കൊണ്ടുകൂടിയാണ് ജ്ഞായിത്വമായും ഉറഹാമാർ യൗസേപ്പും വൈദികരും സന്യസ്തരും അൽമായ സഹോദരങ്ങളും ഒരു സഭാ കൂട്ടായ്മയായി ഇവിടേക്ക് വന്നതും ഇവിടെ ഉണ്ടായിരുന്ന സഭയെ ശക്തിപ്പെടുത്താൻ ഇടയായതും. അത് ദൗത്യബോധത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ പണ്ട് എങ്ങനെ നമ്മുടെ ദൗത്യബോധം നിലനിർത്തിയോ ഇന്നും ആ ദൗത്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളെ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ വിശ്വാസത്തെ കെട്ടിപ്പടുത്താൻ, സഭാഘടകത്തെ ശക്തിപ്പെടുത്താൻ, നമ്മുടെ വിശ്വാസ പൈതൃകങ്ങൾ നിലനിർത്താൻ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ നാം അത് ഈ കാലഘട്ടത്തിലും പരിശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ദൗത്യബോധം പൂർണ്ണമാകുന്നതും മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നതും നമുക്ക് കൂടുതൽ സംഭാവനകൾ സഭയ്ക്കും സമുദായത്തിനും ലോകത്തിനുമായി നൽകാൻ കഴിയുന്നത്. അപ്പോഴാണ് നമ്മുടെ പ്രസക്തി കൂടുതൽ സജീവമായി അനുഭവപ്പെടുന്നത്. 3 അഭിമാനബോധമാണ്. അത് അഹങ്കാരത്തിൻ്റേതല്ല. അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾ, നമ്മുടെ ഒരു ലെഗസി, കുലീനമായ പാരമ്പര്യങ്ങൾ, സംസ്കാരങ്ങൾ, ബന്ധങ്ങൾ, കൂട്ടായ്മ, ഇതെല്ലാം അഭിമാനബോധമാണ്. അതിൻ്റെ പ്രകടനമാണല്ലോ. ആ അഭിമാനബോധം നിലനിർത്തിക്കൊണ്ട് വേണം പുതുതലമുറയും വളർന്നു വരുന്ന തലമുറയും ഈ സമുദായത്തെ സംരക്ഷിക്കാൻ. ആ അഭിമാനബോധം നിലനിൽക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ സവിശേഷതകളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച് കൂടുതൽ പറയാൻ കാണും. നമ്മളെ അംഗീകരിക്കുന്നതിന് പ്രയാസമുണ്ടാവില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഈ അതിരൂപതാ ദിനാഘോഷങ്ങൾ ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ അതിരൂപതാധ്യക്ഷനെക്കുറിച്ച് ഞാനൊരു സ്വാഗതം പറയേണ്ടതുണ്ട്. ഞാനതുകൊണ്ട് എൻ്റെ സ്വാഗതം ആശംസിക്കുകയാണ്. ഏത് സ്വാഗത പ്രസംഗത്തിലും നമ്മൾ മറ്റുള്ളവരെ ക്ഷണിക്കണമല്ലോ, പറയണമല്ലോ. അതുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. സഭയെ നിയന്ത്രിക്കുന്നത്, സഭയ്ക്കൊരു ക്രമമുണ്ടാക്കുന്നത് കാനൻ നിയമങ്ങളാണ്. ഒരു പൗരസ്ത്യ സഭ എന്ന നിലയിൽ പൗരസ്ത്യ കാനൻ നിയമവും സീറോ മലബാർ സഭയുടെ ഭാഗമെന്ന നിലയിൽ സീറോ മലബാർ സഭയുടെ പർട്ടിക്കുലർ നിയമങ്ങളുമാണ്. ഈ നിയമങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ അറിയാവുന്ന, പഠിച്ചിട്ടുള്ള അഭിവന്യ മൂലക്കാട്ട് പിതാവ് സമുദായത്തെ കാനൂനികമായി, സഭാത്മകമായി, അതിൻ്റെ പരിധിക്കുള്ളിൽ നമ്മുടെ സാധ്യതകൾ, ഭാവി എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതെങ്ങനെയാണ് നാളെ ആയിരിക്കേണ്ടത്, എങ്ങനെ ഈ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് കൃത്യമായ
നിശ്ചയമുണ്ട് അഭിമന്യ പിതാവിന്. അഭിമന്യ പിതാവ് ഈ ഒരു സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ വേദികളിലും ഔദ്യോഗികമായ അവസരങ്ങളിലുമെല്ലാം ജ്ഞാനായ സമുദായത്തിൻ്റെ കേരളത്തിനും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള സഭാഘടകങ്ങളുണ്ടാവാൻ, അത് സഭാ നിയമങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും അനുസൃതമായി ഇത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും അതെങ്ങനെയായിരിക്കണമെന്ന് നമ്മളെക്കാളൊക്കെ കൂടുതലായിട്ട് ദീർഘവീക്ഷണത്തോടെ സമയാസമയങ്ങളിൽ അവതരിപ്പിക്കാനും കണ്ടെത്താനും വഴികൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എന്നും എപ്പോഴും പിതാവ് ശ്രദ്ധിച്ചിട്ടുള്ളത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇന്ന് നമ്മുടെ സമുദായത്തിൽ ഇന്ത്യക്ക് വെളിയിൽ ഇത്രമാത്രം, ഇന്ത്യക്കുള്ളിലും ഇന്ത്യക്ക് പുറത്തും സഭാ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് അഭിമന്യ പിതാവിൻ്റെ ഇടപെടലും അതുപോലെ തന്നെ ദീർഘവീക്ഷണത്തിൻ്റെയും ഫലമാണ്. ഈ ജ്ഞാനായ സമുദായം ഈ 2024 വരെ എത്തി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും ഒരു വലിയ കുടിയേറ്റം എന്ന നിലയിൽ ഈ ജ്ഞാനായ സമുദായത്തിലെ അനേകം പേര് പഠനത്തിനും യുവജനങ്ങളുമൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നമുക്ക് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ യൂറോപ്പിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ സഭാ സംവിധാനങ്ങൾ മുൻകൂട്ടി തന്നെ നമ്മൾ ക്രമീകരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്രയും ആളുകൾ ജ്ഞാനായ സമുദായത്തിൽ സ്വവംശ വിവാഹനിഷ്ഠ പാലിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നോ എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും എന്നുള്ളത് വസ്തുതയാണ്. ഇത്രമാത്രം ഇന്ത്യക്ക് വെളിയിൽ നമ്മുടെ സമുദായം സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്ന് വരികിൽ അതിനുള്ള കാരണം നമ്മൾ ഒരുപക്ഷേ സംശയത്തോടു കൂടി കാണുന്നുണ്ട് എന്ന് വരികിലും അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ളൊരു സംവിധാനങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് നേടിയെടുത്തതുകൊണ്ടാണ് ഇന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതും മറ്റ് രീതിയിലുള്ള വളർച്ചയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും. അപ്പം അതുകൊണ്ട് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന സമയാസമയങ്ങൾ ഒരുപക്ഷേ അത് ഔദ്യോഗികമായിട്ട് പരസ്യമായിട്ട് പറയുന്നതിന് ഔചിത്യം എന്ന് പറയുന്നതും, അത് ഈ ഒരു പല രീതിയിലും ചർച്ചകൾ നടക്കുന്നത് ഞങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതും പറയാൻ പാടില്ലാത്തതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണത് പലപ്പോഴും ചർച്ചയ്ക്ക് വരാത്തത്, അതിനെക്കുറിച്ച് പറയാത്തതിൻ്റെയും കാരണം അതുകൊണ്ടാണ്. കാരണം സഭയുടെ ചില തീരുമാനങ്ങൾ അങ്ങനെയാണല്ലോ വരേണ്ടത്. അപ്പോൾ ഞാൻ ഉറപ്പ് പറയുന്നു, അഭിമന്യ പിതാവ് ജ്ഞാനായ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി എന്നും എപ്പോഴും നിലകൊണ്ടിട്ടുള്ള വ്യക്തിയാണ്. എന്നും എപ്പോഴും അതിനായി പരിശ്രമിച്ചിട്ടുണ്ട്, ഇന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അഭിമന്യ മുലക്കാട് പിതാവിനെ നിങ്ങളേവരുടെയും പേരിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.